പ്രാർത്ഥന ഗീതം ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അദ്വൈക ആൻഡ് നിവിയ പ്രാർത്ഥനാ ഗീതത്തിന് വേണ്ടി 2 നിമിഷം നമുക്കെല്ലാവർക്കും എണീറ്റ് ഈ കുട്ടികളോടൊപ്പം ചേരാം. Altogether wonderful to me. Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart to love you. Hope of a life spent with you. മനോഹരമായ ഈ പ്രാർത്ഥന നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു സുന്ദര സുദിനത്തിന് വെളിച്ചം പകരട്ടെ. നാഥന്റെ എല്ലാ തുണയും നമ്മളുടെ ഈ ഉടനീളം ഈ പരിപാടിയിൽ ഉണ്ടാകണേ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്വാഗതം അരുളുന്നതിന് വേണ്ടി സെന്റ് ജമാസ് നഴ്സറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി അവരെ ഏറെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ശൈശവം എന്ന് പറയുന്നത് നക്ഷത്ര തിളക്കത്തോടുകൂടി പൂമ്പാറ്റകളെ പോലെ സ്വതന്ത്രമായി ഉല്ലസിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഏറെ പ്രിയങ്കരമായിട്ടുള്ള ദിനങ്ങളാണ്. പ്രത്യേകിച്ചും സെൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂൾ അതിൻ്റെ 49ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തരംഗ് 2K26 എന്ന പേരിൽ ആഘോഷിക്കുമ്പോൾ ഏറ്റവും തരംഗമായി നമ്മളുടെ മുന്നിലിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ തന്നെയാണ്. കണ്ടുമുട്ടുന്നവരിലൊക്കെ സന്തോഷം പകർന്നു കൊടുക്കുകയും എല്ലാവരോടും സ്നേഹമസൃണമായി ഇടപെടുകയും നമ്മൾക്കൊക്കെ ആനന്ദം പകർന്നു നൽകുകയും ചെയ്യുന്ന സാന്നിധ്യമാണ് കുഞ്ഞുമക്കൾ. 2025-26 അധ്യയന വർഷത്തിൽ മാതാപിതാക്കളും കുഞ്ഞുമക്കളും മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ഒക്കെ ചേർന്ന് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു സാഘോഷമായിട്ടുള്ള ആഘോഷമാണ് ഈ വാർഷികാഘോഷം. ഈ തരുണത്തിൽ കുഞ്ഞുമക്കളുടെ കളികൾ കാണുവാനായിട്ട് ഏറെ കൗതുകത്തോടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഷിജി ടീച്ചറും ഞാനും കൂടി ഇങ്ങനെ പറയുമായിരുന്നു, ഈ കുഞ്ഞുമക്കളെയോടുള്ള കരുതൽ കാണിക്കുന്നത് പോലെ പ്രായമാകുമ്പോഴേക്കും ചിലതൊക്കെ ശോഷിച്ചു പോകുന്നുണ്ട്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ എത്തുമ്പോഴത്തേക്കും ഈ താല്പര്യമൊക്കെ അങ്ങ് മങ്ങി മയങ്ങി തുടങ്ങും. എന്നാൽ കൊച്ചു പൂമട്ടുകളെ പോലെ ഇങ്ങനെ പടർന്ന് വിലസിക്കുന്ന കുഞ്ഞുമക്കളെ സ്നേഹാദരവുകളോടുകൂടി പരിശീലിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകളെ പരിപാലിച്ചു കൊണ്ടുപോകുവാനും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സഹോദരങ്ങളുമൊക്കെ ഒത്തിരി പ്രയത്നിക്കാറുണ്ട്. കണ്ണിന് കൗതുകമുള്ള നല്ല കാഴ്ചയാണ്, ഹൃദയത്തിന് ഒത്തിരി സന്തോഷം നൽകുന്ന അനുഭവമാണ്. ഈ ഒരു ആഘോഷവേളയിൽ ഇന്നിവിടെ ഉദ്ഘാടനത്തിനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സെബാസ്റ്റ്യൻ അച്ഛനാണ്. കുഞ്ഞുങ്ങളെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കുകയും എല്ലാവരോടും പിതൃസഹജമായ സ്നേഹവാത്സല്യങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ഇന്ന് ഈ ആഘോഷവേളയിലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സസന്തോഷം ഇവിടെ സെൻറ്റ് ജോസഫ് ഇടവക വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛനെ
നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ പ്രമോദ് അവർകളാണ്. എനിക്ക് തോന്നുന്നു ചെറിയ അപ്പനാണ് അല്ലേ, ആദ്യത്തെ കുട്ടി ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ആ ഒരു സന്തോഷത്തോടു കൂടി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങളൊക്കെ യഥാവിധി നിറവേറ്റിക്കൊണ്ട് ഈ ആഘോഷവേളയിലും അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യം മഹനീയമായ വിധത്തിൽ അലങ്കരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ പ്രമോദ് അവർകളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നിവിടെ വിശിഷ്ട ആദരവ് നൽകുന്നതിന് വേണ്ടി ഈ സ്കൂളിൻ്റെ മാനേജർ സിസ്റ്റർ ലൂസീനയാണ് സന്നിഹിതയായിരിക്കുന്നത്. കൊച്ചുമക്കളോടുള്ള കരുതലും വാത്സല്യവും ഒക്കെ പകർന്നു നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വളർച്ചയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ആദരിക്കുവാനും ഏറെ സ്നേഹത്തോടു കൂടി ഇവിടെ സന്നിഹിതയായിരിക്കുന്ന സെൻറ്റ് ജമ്മാസ് കോൺവെൻറ്റ് സുപ്പീരിയറും അതോടൊപ്പം സെൻറ്റ് ജമ്മാസ് നഴ്സറി മാനേജറുമായിട്ടുള്ള സിസ്റ്റർ ലൂസീനയെ സ്നേഹാദരവുകളോടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ തെരസിറ്റയാണ്. നിങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററാണ്. കൂടെ ആയിരുന്നുകൊണ്ട് മക്കൾക്ക് വേണ്ട നല്ല മൂല്യങ്ങളൊക്കെ പകർന്നു നൽകി ഒരമ്മയുടെ സ്നേഹം പകർന്നു നൽകുന്ന സിസ്റ്ററിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നതിന് എത്തിയിരിക്കുന്നത് ഷിജിമോൾ ടീച്ചറും ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഡാനി സാറുമാണ്. ഷിജിമോൾ ടീച്ചർ ഈ നേഴ്സറിയുടെ പരിശീലനം അങ്ങ് കഴിഞ്ഞ പാടെ 1ാം ക്ലാസ് എന്ന മഹാലോകത്തേക്ക് സെൻറ്റ് ജമ്മാസിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഓരോ മക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിനായി കാത്തിരിക്കുകയാണ്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് പറയാം. എപ്പോഴാണ് മക്കൾ വരുന്നത് എന്ന് നോക്കി ആ സ്നേഹം പകർന്നു നൽകുന്ന മാതൃസഹജമായ സാന്നിധ്യമായിരിക്കുന്ന ഷിജിമോൾ ടീച്ചർ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ്സാണ്. ടീച്ചർ ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നു. ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതേപോലെ പിച്ചവെച്ച് നടന്ന അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പം സമൂഹത്തിൻ്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി പല സംവിധാനങ്ങളിലും സംഘടനകളിലും നമ്മുടെ ഇടവകയിലുമൊക്കെ സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഡാനി ഫ്രാൻസിസ്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിക്കുകയായിരുന്നു, എത്ര കുട്ടികളുണ്ടായിരുന്നു നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 10-40 പേരുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി വളർച്ചയുടെ പടവുകൾ കടന്നുകൊണ്ട് ഏറ്റവും സുരക്ഷിതത്വത്തോടു കൂടി വളർന്ന് സമൂഹത്തിലെ നല്ല അംശങ്ങൾ മാത്രം സ്വാംശീകരിച്ചുകൊണ്ട് ഇന്നും സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരിൽ തൻ്റേതായിട്ടുള്ള വ്യക്തി സാന്നിധ്യമായി മാറുവാൻ ഡാനി ഫ്രാൻസിസിന് സാധിക്കുന്നുണ്ട്. ആ ആദ്യ കുട്ടിയെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിക്കുവാൻ ഈ 49ാം വാർഷിക അവസരത്തിൽ കിട്ടിയത് വലിയ അനുഗ്രഹമായി കരുതിയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് തോന്നുന്നു ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ളവരുണ്ടാകാം. അതായത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ സമർപ്പണ ബോധത്തോടുകൂടി സമയം തെറ്റാതെ കുട്ടികളെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി സമർപ്പണം ആവശ്യമുള്ള കാര്യമാണ്. ആ ഒരു അവസ്ഥയിൽ മക്കളുടെ വളർച്ചയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന യാതൊരു പരിക്കുകളും ഏൽപ്പിക്കാതെ അവരെ സുരക്ഷിതത്വത്തോടുകൂടി സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്കൂളിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ഈ വേദിയിൽ ആദരിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും സെൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂളിൻ്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ കൃതജ്ഞത അർപ്പിക്കുന്നത് സെൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂളിലെ തന്നെ അധ്യാപികയായിട്ടുള്ള ടെസ ടീച്ചറാണ്. ടീച്ചർ 15 വർഷത്തെ നിസ്തുല സേവനം അർപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിലായിരിക്കുകയാണ്. ഇന്ന്
നന്ദി അർപ്പിക്കുന്നതിനും അതോടൊപ്പം ടീച്ചറിൻ്റെ നിസ്വാർത്ഥമായ സേവനങ്ങളെ സവിശേഷമായിട്ടുള്ള സംഭാവനകളെയൊക്കെ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ അധ്യാപകന്മാർ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പം ഗുരുഭൂതർ എന്ന നിലയിൽ ഏറ്റവും നല്ല മൂല്യങ്ങൾ 5 വയസ്സിനിടയിൽ കുട്ടികളിൽ നിക്ഷേപിക്കുന്ന, അവരുടെ വളർച്ചയ്ക്ക് കരുതലായി കൂടെയായിരിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകുന്ന ഓരോ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഈ വേദിയിൽ സന്നിഹിതരാണ്. നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു വാർഷിക ആഘോഷ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അനധ്യാപകരായി കുട്ടികളെ മാതൃസഹജമായ സ്നേഹവാത്സല്യങ്ങളോടെ കരുതലോടെ വളർത്തിക്കൊണ്ടുവരുന്ന ആയമാരുണ്ട്, അധ്യാപകരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുമക്കള് അവരുടെ സഹോദരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങൾ. അതോടൊപ്പം കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനായി സ്റ്റേജിന് പിന്നണിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈറ്റ് ആൻഡ് സൗണ്ട്, അനൗൺസ്മെൻറ്റ്, എല്ലാ വ്യക്തികളെയും സ്നേഹാദരവുകളോടെ ഈ വാർഷിക ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിസ്റ്റർ. സിസ്റ്ററിന്റെ മനോഹരമായ സ്ഫുടം ചെയ്ത വാക്കുകളിലൂടെയുള്ള സ്വാഗത പ്രസംഗത്തിന് ശേഷം നമ്മളുടെ സെന്റ് ജമ്മാസ് നഴ്സറി സ്കൂളിന്റെ റിപ്പോർട്ട് അവതരണമാണ്. അതിനുവേണ്ടി ബഹുമാന്യ സിസ്റ്റർ തെരസിറ്റ, പ്രിൻസിപ്പൽ സെന്റ് ജമ്മാസ് നഴ്സറി സ്കൂളിലെ പ്രിൻസിപ്പൽ തെരസിറ്റ സിസ്റ്ററിനെ ഏറെ സ്നേഹപൂർവ്വം ആദരവോടുകൂടിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുവർണ ജൂബിലിയിലേക്ക് എത്തിയിരിക്കുന്ന സെൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് സംക്ഷിപ്തമായി അവതരിപ്പിക്കട്ടെ. 1976 ജൂലൈ മാസം കളക്ടറേറ്റിനോട് ചേർന്നുണ്ടായിരുന്ന ബാരക്സ് കെട്ടിടമാണ് സെൻറ്റ് ജമ്മാസ് നഴ്സറിയുടെ പിള്ളത്തൊട്ടിൽ. അവിടുത്തെ ആദ്യ വിദ്യാർത്ഥികളിൽ ഒരാളാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജിൽ സന്നിഹിതനായിരിക്കുന്ന ശ്രീ ഡാനി ഫ്രാൻസിസ്. നമുക്ക് അഭിമാനിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം സുവർണ ജൂബിലി നമുക്ക് കൊണ്ടാടാം. 2024-25 അക്കാദമിക വർഷാവസാനം ഫെബ്രുവരി 19 നഴ്സറി സ്കൂൾ ഹാളിൽ വെച്ച് UKG LKG എന്നിങ്ങനെ 2 സെക്ഷനായി രാവിലെയും ഉച്ച കഴിഞ്ഞുമായി മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷികം നടത്തി. ഡാൻസ് പഠിപ്പിച്ച രജിത ടീച്ചറിൻ്റെയും സ്റ്റാഫിൻ്റെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ താൽക്കാലികമായി ഹാളിൽ നിർമ്മിച്ച സ്റ്റേജിൽ ഭംഗിയായി പരിപാടികൾ നടത്തി. 2025 ജൂൺ 2 മനോഹരമായി അലങ്കരിച്ച ഹാളും ക്ലാസ് മുറികളും തയ്യാറായി നിന്ന സ്റ്റാഫും നവാഗതരെ സ്വീകരിച്ചു. പ്രാർത്ഥനയും സ്വാഗതവും കഴിഞ്ഞ് ഇസഫ് ബാങ്ക് ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് ആശംസകൾ അർപ്പിച്ച് മിഠായും ക്രയോൺസും നൽകി. പൊതുനിർദ്ദേശങ്ങൾക്ക് ശേഷം കൈകളിൽ ലോലിപോപ്പും ബലൂണും കൊണ്ട് അലങ്കരിച്ച പെൻസിൽ കൈകളിലേന്തി ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ നയിക്കപ്പെട്ടു. പരിസ്ഥിതി ദിനമായ ജൂൺ 5 കുട്ടികൾ മാതാപിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി കൊണ്ടുവന്ന പോസ്റ്ററുകളും പച്ചച്ചായത്തിൽ വിരൽ തൊട്ട് പതിപ്പിച്ചുണ്ടാക്കിയ മരവും ഹാളിൽ പ്രദർശിപ്പിച്ചു. അസംബ്ലിക്ക് ശേഷം കുട്ടികൾ നഴ്സറിയിലെയും കോൺവെൻറ്റിലെയും പൂന്തോട്ടവും സസ്യങ്ങളും മരങ്ങളുമെല്ലാം നിരീക്ഷിച്ച് പ്രകൃതി ആസ്വദിച്ചു. വൈകുന്നേരം എല്ലാവരും ഒരു ചെടിയോ വൃക്ഷത്തൈയോ വീട്ടിൽ കുഴിച്ചിടുവാൻ നിർദ്ദേശം നൽകി. ജൂൺ 25 ക്ലാസ് PTAയും തുടർന്ന് ജനറൽ ബോഡിയും ചേർന്നു. മാതാപിതാക്കൾ പാലിക്കേണ്ട ജാഗ്രത, ശിക്ഷണം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് അഡ്വക്കേറ്റ് ശ്രീ ജോയി നയിച്ചു. വായനാ ദിനം, യോഗ ദിനം, സ്വാതന്ത്ര്യദിനം എന്നിവ അതിൻ്റേതായ പ്രാധാന്യത്തോടെ അസംബ്ലിയിലും
ക്ലാസ്സിലും സമുചിതമായി ആചരിച്ചു. ഓണത്തിന് പൂക്കളമിടുകയും ഓണപ്പാട്ടുകൾ, കളികൾ, മഹാബലിയുടെ വരവ് എന്നിവയെല്ലാമായിരുന്നു തുടക്കം. ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ അധികവും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്പോൺസർ ചെയ്യുകയും ബാക്കിയുള്ള മാതാപിതാക്കളുടെ സഹകരണത്തോടെ ഓരോ കുട്ടിയും സ്കൂളിൽ എത്തിക്കുകയും ചെയ്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും പായസവും എല്ലാവരും ആസ്വദിച്ചു. സെൻറ് ജമ്മാസ് ഡേയുടെ പ്രസക്തി അസംബ്ലിയിൽ വ്യക്തമാക്കി കൊടുത്തു. തുടർന്ന് മധുരം കൊടുക്കുകയും ചെയ്തു. ഏതാനും കുട്ടികൾ പൂച്ചെണ്ടുകൾ കൈകളിലേന്തി അണിയിച്ചൊരുക്കിയ ജമ്മയോടൊപ്പം ഹൈസ്കൂൾ ആഘോഷവേദിയിലെത്തി ആശംസകൾ അർപ്പിച്ചു. ശിശുദിനാഘോഷത്തിന് മുന്നോടിയായി കലാകായിക മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് പ്രത്യേക ട്രോഫിയും എല്ലാവർക്കും ഓരോ സമ്മാനവും ശിശുദിനാഘോഷ വേളയിൽ നൽകി. പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ അദ്വിക് എസ് രഞ്ജിത്ത് ആയിരുന്നു ചാച്ചാജിയായി വേഷമിട്ടത്. CSB മാനേജരും സ്റ്റാഫും കൂടി വന്ന് കുട്ടികൾക്ക് കളറിംഗ് മത്സരം നടത്തുകയും എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ക്രയോൺസും മിഠായിയും നൽകി ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് അധ്യാപകരുടെയും കുട്ടികളുടെയും പരിപാടികളുണ്ടായിരുന്നു. ഡിസംബർ 22-ന് പുൽക്കൂട്, നക്ഷത്രങ്ങൾ, കളർ ലൈറ്റുകൾ, ബലൂണുകൾ എന്നിവയുടെ മധ്യേ കുട്ടികളുടെ പരിപാടികളും ക്രിസ്മസ് പപ്പയുടെ സാന്നിധ്യവും കേക്ക് പങ്കുവയ്ക്കലുമായി ക്രിസ്തുവിൻ്റെ ജന്മദിനാഘോഷം നടത്തി. കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനായി കിഡ്സ് സോൺ എന്ന പേരിൽ അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. യോഗ, മാസ് ഡ്രിൽ എന്നിവ പതിവായി നടത്തി വരുന്നുണ്ട്. കളറിംഗ് മത്സരം, സ്കോളർഷിപ്പ് പരീക്ഷ എന്നിവയിൽ ഭൂരിഭാഗം കുട്ടികളും പങ്കെടുത്തു. ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പിൽ സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് നേടിയ UKGയിലെ ലാവണ്യയ്ക്ക് അഭിനന്ദനങ്ങൾ. മാനേജ്മെൻറ്റിൻ്റെയും മാതാപിതാക്കളുടെയും സെൻറ് ജമ്മാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ സ്റ്റാഫ്, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കുടുംബാംഗങ്ങൾ, മറ്റു സുമനസ്സുകളുടെയും എല്ലാം സഹായവും നിർദ്ദേശങ്ങളും സുഗമമായ മുന്നോട്ട് പോകുവാൻ പ്രചോദനമേകുന്നു. പ്രിയരെ, കുട്ടികളുടെ തുടരെയുള്ള അസുഖങ്ങളും പിന്നെ നോമ്പും പബ്ലിക് പരീക്ഷയുമെല്ലാം കാരണം വർഷാവസാനത്തിലേക്ക് മാറ്റേണ്ടതായി വന്നു. പലർക്കും അത് അസൗകര്യങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ സദയം ക്ഷമിക്കണം. പോരായ്മകളും കുറവുകളും ഉണ്ടാകുമെങ്കിലും കുഞ്ഞുങ്ങളുടെ പരിപാടികൾ ഏവർക്കും ആസ്വാദ്യകരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സായം സന്ധ്യ ആശംസിക്കുന്നു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. വളരെ ഒരു സ്കൂളിൻ്റെ റിപ്പോർട്ട് വായനയിൽ നമുക്കറിയാം അതിൻ്റെ ആ ഒരു വളർച്ച. ഒരു നഴ്സറി സ്കൂളിൽ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തുന്ന സെൻറ് ജമ്മാസ് സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രിൻസിപ്പലിന് ഏറെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വേദിയിൽ അടുത്തതായി നമുക്ക് അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് PTA പ്രസിഡന്റ് ശ്രീ പ്രമോദ് അവറുകൾ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിനുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ 49ാം വാർഷികാഘോഷപരമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളെ അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾ ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോഴും നിങ്ങളെല്ലാവരും നിറഞ്ഞ കൈയോടുകൂടി അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. കാരണം നിങ്ങൾ ഓരോരുടെയും പ്രോത്സാഹനമാണ് അവരുടെ ഭാവിയിലും അവർക്ക് ഇതുപോലെയുള്ള നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും മറ്റും അവർക്ക് ഒരു പ്രോത്സാഹനമാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ 2 മക്കളാണ് ഇവിടെ പഠിക്കുന്നത് സ്കൂളിൽ. LKG UKG 2 മക്കളാണ് പഠിക്കുന്നത്. അവരിവിടെ ഡിക്റ്റേഷനൊക്കെ ഉണ്ടായിട്ട് ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവരിത് ബുക്ക് കൊണ്ട് കാണിച്ചു തരും. അതായത് ഇന്ന് എനിക്ക് 3 സ്റ്റാർ കിട്ടിയതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് അവർ നമ്മളെ ഇത് കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുന്ന വളരെ ചെറിയൊരു കാര്യമാണ് 3 സ്റ്റാറിൻ്റെ സ്റ്റിക്കർ ആ ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് തന്നെ അവർക്ക് വളരെ എന്താ പറയുക സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ അവരുടെ പരിപാടി ഇവിടെ നടന്നു കഴിയുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു വിടണമെന്ന്
ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടനം ആണ് നടക്കുന്നത്. ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വാർഡ് നിൽക്കുന്ന കൗൺസിലറായ ആമിയനായിരുന്നു. ചില സാങ്കേതിക കാരണം കൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചത് കൊണ്ട് നമ്മുടെ സെൻറ്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ അവർകളെ ആണ് നമ്മൾ ഉദ്ഘാടനത്തിനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫാദർ സെബാസ്റ്റ്യൻ അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. ഒരപ്പൻ്റെ കരുതലും കുഞ്ഞുങ്ങളോട് ഏറെ വാത്സല്യവുമുള്ള സെൻറ്റ് ജോസഫ് ഇടവക വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യനെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സെന്റ് ജമ്മാസ് നഴ്സറി സ്കൂളിന്റെ 49ാമത് വാർഷിക മഹോത്സവം തരംഗ് ഇവിടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും ഈ ഒരു ചടങ്ങിലേക്ക് ഹാർദവമായി സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ അവരുടെ കരങ്ങളാൽ ഈ ഭദ്രദീപം തെളിഞ്ഞ് ഇന്നത്തെ ഈ തരംഗ് വാർഷികാഘോഷത്തിന് നിറദീപമേകട്ടെ, വെളിച്ചമേകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ പ്രകാശനത്തിന് വേണ്ടി ഇവിടെ മഹത് വ്യക്തിത്വങ്ങളാൽ ഇവിടെ ഭദ്രദീപം തെളിഞ്ഞു. ഇനി ഫാദറിന്റെ അനുഗ്രഹ പ്രഭാഷണത്തിലേക്ക് കിടക്കാം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രമോദ്, മാനേജ്മെൻറ്റ് പ്രതിനിധിയായിട്ടുള്ള സെൻറ്റ് ജമ്മാസ് സ്കൂൾ സുപ്പീരിയർ സിസ്റ്റർ ലുസീന, നഴ്സറി സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായിട്ടുള്ള സിസ്റ്റർ തെരസിറ്റ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ജോയ്സി, ആദ്യ വിദ്യാർത്ഥിയിലൊരാളായിട്ടുള്ള ശ്രീ ഡാനി ഫ്രാൻസിസ്, ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ശ്രീമതി ഷിജി മോൾ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ
ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സ്കൂളിൻ്റെ സെൻറ്റ് ജെമ്മാസ് സ്കൂളിൻ്റെ 49ാം വാർഷികമാഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തുകയോ കർമ്മം നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 49 വർഷത്തെ മികവിൻ്റെ ഒരു സുദിനമാണ് ഇന്ന്. 49 വർഷത്തെ വിശിഷ്ട സേവനത്തിൻ്റെ ആഘോഷമാണിന്ന് നാം കൊണ്ടാടുന്നത്. ഈ 49 വർഷം ഇവിടെ വന്ന് പഠിച്ചു പോയ കുരുന്നുകൾക്ക് വലിയ പ്രചോദനവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ തങ്ങളുടെ കഴിവുകളെക്കുറിച്ചുള്ള അറിവുകളുമൊക്കെ നൽകിക്കൊണ്ട് ഈ ഒരു നഴ്സറി വിദ്യാലയം വളരെ ശോഭയോടെ മുന്നേറുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവർക്കെല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു ജോലിയാണ്. ഒത്തിരി ക്ഷമ വേണം, ഒത്തിരി ദയ വേണം. അങ്ങനെ ക്ഷമയോടും ദയോടും കൂടി വേണം നമ്മുടെ കുട്ടികളെയൊക്കെ നോക്കിക്കൊണ്ട് അവരെ പഠിപ്പിക്കുവാനായിട്ട്. തീർച്ചയായിട്ടും അവരുടെ ദൗത്യം അവർ വളരെ ഭംഗിയായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ അവരുടെ മനസ്സിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഒന്ന്, അവരെ വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുവാനായിട്ട് കുരുന്ന പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുക. ഡ്രീം ബിഗ്, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുവാനായിട്ട് അവരുടെ മനസ്സിൽ ആശയങ്ങൾ ചെയ്തു കൊടുക്കുക. അധ്വാനിക്കുവാനായിട്ട് ചെറിയ ചെറിയ പ്രവൃത്തികൾ കൊടുത്തുകൊണ്ട് അധ്വാനശീലം അവളിൽ വളർത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ മനുഷ്യ സഹജമാണ്. ആ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയപ്പെട്ട് പിന്മാറേണ്ട. അവയൊക്കെ വളർച്ചയിലേക്കുള്ള പടികളാണ് എന്നവരുടെ മനസ്സിൽ നമ്മൾ അങ്ങനെയുള്ള ആശയങ്ങൾ അവരുടെ മനസ്സിൽ കൊടുക്കുക. അങ്ങനെ അവരെ ആത്മവിശ്വാസത്തിൽ വളർത്തുക. അപ്പം അങ്ങനെ ഈ 49 വർഷം ഈ കുട്ടികൾക്ക് ഉയർന്ന് ചിന്തിക്കുവാനും അധ്വാനിക്കുവാനും അതുപോലെ തന്നെ പരാജയങ്ങളൊക്കെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നൊക്കെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂൾ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഈ ദൗത്യം പൂർത്തിയാക്കി വിദ്യാഭ്യാസ രംഗത്ത് ശോഭയോടെ ഈ സ്കൂള് മുന്നേറുകയാണ്. കുട്ടികളിൽ പ്രചോദനം കൊടുക്കുക, അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക, അവർക്ക് ഉയർന്ന് ചിന്തിക്കുവാനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുക, ഭാവിയെക്കുറിച്ച് അവരുടെ മനസ്സിൽ സ്വപ്നങ്ങളൊക്കെ നെയ്യുവാനായിട്ട് പഠിപ്പിക്കുക. അവരിൽ ഈശ്വരസ്നേഹവും സഹപാഠികളോടുള്ള സ്നേഹവും കരുണയുമൊക്കെ പരിശീലിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവവിശ്വാസത്തിൽ അതുപോലെ സഹപാഠികളോടുള്ള ദയയിലും കാരുണ്യത്തിലും ഒക്കെ വളരുവാനും എപ്പോഴും ഉയർന്ന് ചിന്തിക്കുവാനും ഒക്കെ ആയിട്ട് അവരെ പഠിപ്പിക്കുക. അപ്പോൾ ഈ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ എല്ലാ മാനേജ്മെൻറ്റ് അംഗങ്ങൾക്കും സ്റ്റാഫിനും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഇനിയും അവരുടെ ദൗത്യം വളരെ ശോഭയോടെ നടത്താനായിട്ട് അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ നഴ്സറി സ്കൂൾ വാർഷികം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ഫാദർ. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. സെൻറ്റ് ജമാസ് നഴ്സറി സ്കൂളിൽ തൻ്റെ 15 വർഷത്തെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച ഡെയ്ജി ടീച്ചറിന് ആദരം അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സെൻറ്റ് ജമ്മാസ് കോൺവെൻറ്റിലെ സുപ്പീരിയറും സ്കൂൾ മാനേജരുമായ സിസ്റ്റർ ലുസീനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള കുട്ടികളെ, സെൻറ്റ് ജമ്മാസ് സ്കൂളിൻ്റെ 49ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിലാണ് നമ്മൾ. ഇത് ഏറെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. 49 വർഷം എന്ന് പറയുന്നത് ഒരു കാലത്തിൻ്റെ കണക്കല്ല. അനേകം കുഞ്ഞുങ്ങളുടെ ഭാവി രൂപപ്പെട്ട ചരിത്രമാണ് ഇവിടെയുള്ളത്. ആദ്യ അക്ഷരങ്ങൾ പഠിച്ച്, ആദ്യ ഗാനങ്ങൾ പാടി, ആദ്യമായി വേദിയിൽ കയറി, ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ പടികൾ ചവിട്ടി ഈ കുട്ടികളെ വളർത്തിയത്, ഇതിന് പിന്നിൽ സമർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിച്ച അധ്യാപകരുടെ കഴിവാണ്. അവരുടെ നിസ്വാർത്ഥ സേവനം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. അവരെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ സുന്ദര നിമിഷത്തിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം നാട്ടിലേക്ക് പോകുന്ന ഡൈജ ടീച്ചറിനെ ആദരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. കുട്ടികളുടെ ലോകം ഒരു പൂന്തോട്ടം പോലെയാണ്. ആ പൂന്തോട്ടത്തിൽ ഓരോ പൂവിനെയും കരുതലോടെ വളർത്തുന്ന, പരിപാലിക്കുന്ന വ്യക്തിയാണ് ഒരു അധ്യാപകൻ. ഡൈജ ടീച്ചർ അങ്ങനെയൊരു അധ്യാപികയാണ്. കുട്ടികളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച്, ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച്, ജീവിത മൂല്യങ്ങൾ നൽകി കൈപിടിച്ച് നയിച്ച ഒരു അമ്മ സാന്നിധ്യമായിരുന്നു. അമ്മയുടെ കരുതലും അധ്യാപികയുടെ ഉത്തരവാദിത്വവും ഒരുമിച്ച് ചേർത്ത് ടീച്ചറുടെ സേവനം കുട്ടികളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റിയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ തുടച്ചും അവരുടെ ചിരികൾക്ക് കാരണമായും ഓരോ ദിവസവും അവർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ച ടീച്ചറുടെ സ്നേഹസേവനത്തിന് നന്ദി അർപ്പിക്കുന്നു. വളരെ നേരത്തെ തന്നെ ടീച്ചർ സ്കൂളിലെത്തും. അതുപോലെ എല്ലാ കുട്ടികളും പോയതിന് ശേഷം മാത്രമാണ് ടീച്ചർ പോകുന്നത്. ടീച്ചർ പകർന്നു നൽകിയ സ്നേഹത്തിനും കരുതലിനും, ധാരാളം അറിവുകൾ പകർന്നു നൽകിയതിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ടീച്ചർ ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നന്ദിയാണ്. അതുപോലെ ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ടീച്ചറിൻ്റെ സേവനത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. ടീച്ചറിൻ്റെ വരും കാല ജീവിതങ്ങൾ സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതാകട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. ഡൈജ ടീച്ചർക്കുള്ള ആദരവ് നൽകുന്നത് സെൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ തെരസീറ്റ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ഡൈജ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് നൽകുന്നത് സിസ്റ്റർ തെരസീറ്റ. സ്നേഹപൂർവം രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അവിടേക്ക് മുന്നിലേക്ക്. ഡൈജ ടീച്ചറുടെ ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കാനുള്ള മനോഹരമായ ഒരു സുന്ദര നിമിഷമാവട്ടെ ഈ ഒരു നിമിഷം എന്ന് നമ്മൾക്കെല്ലാവർക്കും വലിയൊരു ഹർഷാരവത്തോടു കൂടി തന്നെ ടീച്ചറെ നമുക്ക് യാത്ര അയക്കാം. ടീച്ചർക്കും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സിസ്റ്റർ. വേദിയിൽ അടുത്തതായി മറ്റൊരു മഹത് കർമ്മമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിൽ എത്തിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സിനെയും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്ന ചടങ്ങാണ്. ഇതിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ സൗമ്യ അവർകളെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സെൻറ് ജമ്മാസ് നഴ്സറി സ്കൂളിന് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുള്ള, ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനാണ്, അവരെക്കുറിച്ച് 2 വാക്ക് പറയുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. സെൻറ് ജമ്മാസ് സ്കൂളിനോടും നഴ്സറി സ്കൂളിനോടും വർഷങ്ങളായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന ഒരു നൃത്ത അധ്യാപകനാണ് മോഹനൻ മാഷ്. അദ്ദേഹം ഒരുപാട് കാലം കുഞ്ഞുങ്ങളെ നൃത്തം അഭ്യസിപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടും കരുതലോടും കൂടി, ഒത്തിരി ക്ഷമയോടുകൂടി കുഞ്ഞുങ്ങൾക്ക് സ്റ്റെപ്പുകൾ വയ്ക്കാൻ പഠിപ്പിച്ച് അരങ്ങിൽ ആ കുഞ്ഞുങ്ങളുടെ പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിരവധി ട്രോഫികൾ കരസ്ഥമാക്കാൻ, പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ സഹായിച്ച മോഹനൻ മാഷിനെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. ഒപ്പം സാറിൻ്റെ സേവനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി മോഹനൻ മാഷിനെയും അത് നൽകുന്നതിനായി സെൻറ് ജമ്മാസ് സ്കൂൾ മാനേജറും മദർ സുപ്പീരിയറുമായ സിസ്റ്റർ ലുസീനിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മോഹൻ മാസ്റ്ററെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലപ്പുറത്തിൻ്റെ നിലമ്പൂരിൻ്റെ കലാകാരനായ നിരവധി കുട്ടികളെ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നൃത്തം അവതരിപ്പിച്ച് സമ്മാനം നേടിക്കൊടുത്ത അധ്യാപകനാണ്. നോബുര നൃത്തകലാക്ഷേത്രയുടെ പ്രൊപ്രൈറ്റർ കൂടിയായ മോഹൻ മാസ്റ്റർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് സ്വാഗതം ചെയ്യുന്നു. ഇത് നൽകുന്നതിന് വേണ്ടി സിസ്റ്റർ ലുസീന അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ജീവിതം വെല്ലുവിളിയാക്കിയ കഠിന പ്രയത്നത്തിലൂടെ ആദ്യകാല നഴ്സറി സ്കൂൾ അധ്യാപനത്തിൻ്റെ നേർസാക്ഷ്യമായി മാറിയ സെൻറ്റ് ജമ്മാസിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മറക്കാനാകാത്ത ഒരു അധ്യാപികയാണ് ഞങ്ങളുടെ സ്വന്തം ലീലാമ്മ ടീച്ചർ. ടീച്ചർ KG ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയാം. സെൻറ്റ് ജമ്മാസിൻ്റെ അഭിമാനവും അഹങ്കാരവുമായിരുന്ന ലീലാമ്മ ടീച്ചറെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി പ്രിയപ്പെട്ട സിസ്റ്റർ ലുസീനിയെ ക്ഷണിക്കുന്നു. ഏറെ ആദരവോടുകൂടി ലീലാമ്മ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വലിയൊരു ഹർഷാരവത്തോടു കൂടി വേണം നമുക്ക് ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി. മഹത്തായ ഈ ഒരു ചടങ്ങ് ലീലാമ്മ ടീച്ചറുടെ ജീവിതത്തിൽ എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു ഓർമ്മയായി തങ്ങട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ജഗദീശ്വരൻ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ടീച്ചർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി സെൻറ്റ് ജമ്മാസ് എല്ലാ ടീമുകളും പ്രാർത്ഥിക്കുകയാണ്. ഒരു കുട്ടിയുടെ പഠനയാത്രയിൽ അധ്യാപകരും മാതാപിതാക്കളും എന്നതുപോലെ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ഓട്ടോ ഡ്രൈവർമാർ. മഴയോ ചൂടോ വെയിലോ എന്നില്ലാതെ സമയബന്ധിതമായി എത്തി കുട്ടികളുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്ന കുട്ടികളുടെ സുഹൃത്തും രക്ഷകരും വഴികാട്ടിയുമായ അവരുടെ സ്വന്തം ഓട്ടോ മാമന്മാർ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മാർത്ഥമായ സേവനത്തിന് വർഷങ്ങളായി സെൻറ്റ് ജമ്മാസിന് നൽകുന്ന സ്നേഹത്തിന് നിങ്ങൾ നന്ദിയും അഭിനന്ദനവും അർഹിക്കുന്നവരാണ്. ഓട്ടോയുടെ 3 ചക്രങ്ങൾ പോലെ കരുണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മലപ്പുറത്തിനും പ്രത്യേകിച്ച് സെൻറ്റ് ജമ്മാസിലെ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി മാറിയ പ്രിയ സഹോദരന്മാരെ ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആദരം വാങ്ങുന്നതിനായി ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം നൽകുന്നതിനായി സിസ്റ്റർ ലുസീനിയെ ക്ഷണിക്കുന്നു. നമ്മുടെ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ പേര് വിളിക്കാം. മിസ്റ്റർ മനോഹരൻ. ഇവിടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് ഈ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. മിസ്റ്റർ മനോഹരൻ. ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ നമ്മൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മണികണ്ഠൻ സാറും സ്മിത ഡോക്ടറും കുടുംബവുമാണ്. അവർക്കുള്ള സ്നേഹം നമ്മൾ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നത് മനോഹരൻ അവറുകളാണ്. അടുത്തത് മിസ്റ്റർ ശിശുപാലൻ അവറുകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം മിസ്റ്റർ അഷ്റഫ്. നമ്മളെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച വീട് വിറ്റാൽ മറ്റൊരു വീട് എന്ന പോലെയുള്ള നമ്മളുടെ ഓട്ടോ
ഡ്രൈവേഴ്സിനെ ഏറെ ബഹുമാനത്തോടുകൂടി നമ്മളിവിടെ ആദരിക്കുകയാണ്. മറ്റെവിടെയും കാണാത്ത ഒരു കാഴ്ചയാണ് സെൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഹനീയ സാന്നിധ്യത്തിൽ അടുത്തത് ഓട്ടോ ഡ്രൈവർ മിസ്റ്റർ അഷ്റഫ് അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിസാമുദ്ദീൻ, അടുത്തത് നിസാമുദ്ദീൻ. ദയവ് ചെയ്ത് പേര് വിളിക്കുന്നവർ ഇവിടെ വന്ന് ഈ ആദരം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. നിസാമുദ്ദീൻ. അതിനുശേഷം മുനീർ, മിസ്റ്റർ മുനീർ. മുഹമ്മദ്. അതിനുശേഷം ഷാനവാസ്, ഷാനവാസ്. സുരേഷ്. സുരേഷ് അവറുകൾ ഇവിടെ എത്തി ഇല്ല. പ്രസാദ്, പ്രസാദ്. രമേശ്. തസ്വീൻ. ആന്റണി. 30ഓളം ഓട്ടോ ഡ്രൈവേഴ്സാണ് നമ്മളുടെ സെൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിൽ എത്തിക്കുന്നത്. അത്രയും പേരെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുകയാണ്. റസൽ, റസൽ, മിസ്റ്റർ റസൽ. ആന്റണി. രതീഷ്. കാസിം. സന്തോഷ്. സുകുമാരൻ. സക്കീർ. സലീം. ഷജീർ. വിജീഷ്. ഷാജു. സുമേഷ്. ഉസ്മാൻ. അഫ്സൽ. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഡ്രൈവേഴ്സും സെൻറ്റ് ജമ്മാസിൻ്റെ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇന്ന് ഈ ഒരു ചടങ്ങിൽ നമ്മൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന സുമനസ്സുകളെ ഒന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ മണികണ്ഠൻ, ഡോക്ടർ സ്മിത. അവരുടെ ഒരു സ്നേഹ സമ്മാനമാണ് നമ്മൾ ഇവിടെ ഈ ഓട്ടോ ഡ്രൈവേഴ്സിനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവരുടെ ഒരു സ്പോൺസർഷിപ്പാണ്. അവരുടെ ആ വലിയ മനസ്സിന് നമ്മൾക്കൊരു ബിഗ് ക്ലാപ്പ് നമുക്ക് കൊടുക്കാം. വലിയൊരു കയ്യടി. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈ സെൻറ്റ് ജമ്മാസിൻ്റെ ഒരു കുടുംബം പോലെയുള്ള ഈ ഒരു ആദരം സ്വീകരിച്ച എല്ലാ ഓട്ടോ ഡ്രൈവേഴ്സിനും ഇനി എത്തിച്ചേർന്നിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് വേദിയിലേക്ക് കയറി വരണം. എത്തിച്ചേർന്നിട്ടുള്ള സമ്മാനം ഏറ്റുവാങ്ങാത്ത ഡ്രൈവേഴ്സ് ദയവ് ചെയ്ത് ഈ ആദരം വന്ന് സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. വരൂ. മിസ്റ്റർ ആന്റണി അവറുകളാണ് ഈ ഒരു ആദരം ഏറ്റുവാങ്ങുന്നത്. ഈ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് കൃത്യസമയത്ത് തന്നെ സ്കൂളുകളിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഓട്ടോ ഡ്രൈവേഴ്സിനും സെൻറ്റ് ജമ്മാസിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു.
അടുത്തതായി ആനിവേഴ്സറി ദിനത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി ഷിജിമോൾ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, നമ്മുടെ നഴ്സറിയിലെ ഇന്നത്തെ താരങ്ങളാണ് നമ്മുടെ പിഞ്ചോമനകൾ. അവരുടെ സഹോദരി സഹോദരങ്ങളും ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പലരും നമ്മുടെ സെൻറ്റ് ജമാസിലെ വലിയ സ്കൂളിൽ പഠിക്കുന്നവരാണ്. എൻ്റെ അടുത്ത് വന്ന് അവർ ഗുഡ് ഈവനിങ് ടീച്ചർ എന്നൊക്കെ വിഷ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്കറിയാം ഈ മാതാപിതാക്കളെല്ലാം ഞങ്ങളൊക്കെ ഇവിടെ പറയുന്നതൊക്കെ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായി ആഗ്രഹിക്കുന്നത് നമ്മുടെ പിഞ്ചോമനകളുടെ കലാവിരുന്ന് ആസ്വദിക്കാനായിരിക്കും. എന്നിരുന്നാലും വളരെ അർത്ഥവത്തായ ഒരുപാട് പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്ന ഓരോന്നും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ മക്കളെക്കുറിച്ച് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും അവരിൽ നിന്ന് സ്നേഹം വാങ്ങാനും ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമാണ് നമ്മുടെ നഴ്സറിയിലെ പിഞ്ചോമനകൾ. ഈ നിഷ്കളങ്ക ബാല്യം, ഈ ബാല്യം നമ്മളേവരും കൊതിക്കുന്നതാണ്. ഒരിക്കൽ അത് കൈവിട്ടു പോയാൽ പിന്നെ നമുക്കത് തിരിച്ചു കിട്ടുകയില്ല. പിന്നെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പിഞ്ചോമനകൾ കടന്നു പോകുന്നത്. ഈ പിഞ്ചോമനകൾക്ക് സ്നേഹം നൽകാനും അവരെ കരുതാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനുമൊക്കെ നമ്മുടെ മാതാപിതാക്കൾ സമയം കണ്ടെത്തുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ മിക്കവാറും രക്ഷിതാക്കൾക്കും നമ്മുടെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല എന്ന് അവർ പരാതിപ്പെടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും അവരോടൊപ്പം ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ തീരൂ. അതിൽ നിന്നും അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അവർ ഒരുപാട് വളരാനുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്കും ആ മക്കളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ ക്ഷമ നമുക്ക് അഭ്യസിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ പിഞ്ചോമനകളിൽ നിന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നല്ല മൂല്യങ്ങളെ നമുക്ക് നൽകാൻ അവർക്ക് കഴിയും. കൂടാതെ നമുക്കും അവർക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയും. അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും തെറ്റുകളുണ്ടാകുമ്പോൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ തിരുത്താനും, അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിൽ അത് കുറച്ചൊക്കെ തെറ്റുണ്ടെങ്കിലും അവരത് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ അവരെ അതേ രീതിയിൽ അവരുടെ കുറവുകളോടുകൂടെ തന്നെ അംഗീകരിക്കാനും നിൽക്കട്ടെ. നമുക്കറിയാം കുട്ടികളെല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെ ആവില്ല. എന്നിരുന്നാലും പഠനത്തിൻ്റെ കഴിവ് മാത്രമല്ല കഴിവ്, പല കാര്യങ്ങൾക്കും കഴിവുകളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെല്ലാം വ്യത്യസ്ത കഴിവുകളോട് കൂടിയവരാണ്. ഈശ്വരൻ തന്ന ഈ കുഞ്ഞുമക്കൾ വ്യത്യസ്ത നിലവാരത്തിൽ വ്യത്യസ്ത കഴിവുകൾ പുലർത്തുന്നവരാണ്. അവരിലെ നല്ല കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനും അത് വളർത്തിയെടുക്കാനും നമ്മുടെ പ്രോത്സാഹനവും കരുതലും എപ്പോഴും വേണം. അതെപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയട്ടെ. നേരത്തെ നമ്മൾ ഡൈജ ടീച്ചറെ ആദരിച്ചതായിട്ട് കണ്ടു. എനിക്കും അറിയാം, എൻ്റെ മക്കളും ഡൈജ ടീച്ചറുടെ ആ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചവരാണ്. നമുക്കറിയാം കുട്ടികൾക്കൊക്കെ ഇടിയും മിന്നലൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാൽ ടീച്ചർ ആദ്യം തന്നെ LKGയിലെത്തുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇടി, എന്താണ് മിന്നൽ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്താണ് ദൈവം ചെടി നനയ്ക്കുന്നത് മഴയായിട്ടും, ദൈവം ടോർച്ചടിക്കുന്നത് മിന്നലായിട്ടും, തേങ്ങയിടുന്നത് ഇടിയായിട്ടൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഏറ്റവും ഭയമുള്ള ഇടിമിന്നലിനെ അതവരുടെ കൂട്ടുകാരാക്കി മാറ്റാൻ, അത്രയും സൗഹൃദത്തോടെ പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന നല്ല ഡൈജ ടീച്ചർ. അത് ടീച്ചറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ടീച്ചറെ ആദരിച്ചപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ കൈയടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ മക്കളെയും ടീച്ചർ പഠിപ്പിച്ചതാണല്ലോ എന്ന്. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് പ്രസംഗമൊന്നുമല്ല പ്രധാനം. എനിക്കറിയാം നമ്മുടെ കുട്ടികളുടെ കലാവിരുന്ന് ആസ്വദിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഈ എല്ലാ മക്കളെയും വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ വലിയ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ടീച്ചർ.
ചടങ്ങിൽ അടുത്തതായി ആശംസകൾ അറിയിക്കുന്നു ഡാനി ഫ്രാൻസിസ്, സെക്രട്ടറി, പാരിഷ് പാസ്റ്റർ, കൗൺസിലർ, സെൻറ് ജോസഫ് ദേവാലയം മലപ്പുറം. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ആശംസകൾ അറിയിക്കുന്നതിന് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഈ നഴ്സറി സ്കൂളിൻ്റെ 49ാം വാർഷികാഘോഷത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം തന്നതിന് ഇതിൻ്റെ സ്കൂൾ അധികൃതരോടും പ്രത്യേകിച്ച് സിസ്റ്റർ തെരസിറ്റയോടും ആത്മാർത്ഥമായ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് ഏതാണ്ട് 36 വർഷം കഴിഞ്ഞു. ഇപ്പോഴും സ്കൂൾ പഠനകാലത്തെ ഏറ്റവും രസകരമായ ഓർമ്മ ഏതാണെന്ന് ചോദിച്ചാൽ അത് അപ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ആ നഴ്സറി പഠനകാലമാണ്. ഞങ്ങൾ നഴ്സറി പഠിക്കുന്ന കാലത്ത് ഇതുപോലെ LKG UKG എന്നുള്ള വേർതിരിവൊന്നുമില്ല, എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കലാണ്. സിസ്റ്റർ ജാനറ്റാണ് ഞങ്ങളെല്ലാവരെയും ഒരു അമ്മയെ പോലെ അന്ന് കൊണ്ടു നടന്നിരുന്നത്. ഉച്ചയ്ക്ക് 12:30 ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറങ്ങാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. ക്ലാസ്സിലുള്ള 45 കുട്ടികളിൽ 44 പേര് ഉറങ്ങിയാലും എനിക്ക് മാത്രം ഉറക്കം വരില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതിലും നല്ലത് ജീവൻ കളയുന്നതായിരിക്കും അതിലും നല്ലത്. അത്രയ്ക്കും ദേഷ്യമായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങാൻ. പക്ഷേ സിസ്റ്റർ എന്നെ ഞാൻ ഉറങ്ങില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം സിസ്റ്റർ പിന്നെ എന്നെ നിർബന്ധിക്കാറില്ല. ആ സ്കൂളിനോട് ചേർന്ന് ഒരു ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടിപ്പോയി. ആ മരത്തിൻ്റെ കായ പെറുക്കിയാണ് ഞാൻ ആ ഉച്ച സമയങ്ങൾ ചെലവഴിച്ചിരുന്നത്. ഇന്ന് ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ചെന്ന് കഴിയുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ഉറങ്ങാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വയം വേണ്ടെന്ന് വെച്ച ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 49 വർഷക്കാലം സെൻറ് ജമ്മാസ് നഴ്സറി സ്കൂള് ജീവിതത്തിൽ പടർത്തിവിട്ട ഒരുപാട് വലിയ നല്ല മരങ്ങളുണ്ട്. എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികളെ എനിക്കറിയാം. അതിനുശേഷം വന്ന നല്ല തലമുറകൾ ഒരുപാടുണ്ട്. ഇന്ന് അമേരിക്കയിലും ഇന്ത്യയിലും ഇരുന്ന് ഒരേ സമയം ചൈനയിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റേത് ഭാഗത്തോ എന്ത് നടക്കുന്നെന്ന് ഒരേ സമയം നോക്കാൻ സാധിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇപ്പോൾ നഴ്സറിയിൽ പഠിക്കുന്ന ഈ കുട്ടികൾ വളർന്ന് ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ളത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോർന്നു പോകുന്നത്. നമ്മുടെ മക്കൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ സഹായമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ സ്കൂൾ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സർ. സെൻറ് ജമ്മാസ് നഴ്സറി സ്കൂളിലെ ആദ്യകാല സ്റ്റുഡൻ്റ് കൂടിയായ ഡാനി ഫ്രാൻസിസിൻ്റെ വാക്കുകൾക്ക് ഏറെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വേദി മറ്റൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. സൗമ്യ സിസ്റ്റർ. സ്കൂളിൻ്റെ ഏതാവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന ഒരപ്പൻ്റെ കരുതലോടെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന സെൻറ് ജോസഫ് ഇടവക വികാരി സെബാസ്റ്റ്യൻ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹാദരം നൽകുന്നതിനായി നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ തെരസിറ്റിയെ ക്ഷണിക്കുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു സിസ്റ്റർ. വേദിയിൽ അടുത്തത് നന്ദി പ്രകാശനമാണ്. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മളുടെ ടീച്ചർ ടെസ സെബാസ്റ്റ്യൻ. അവരുകളെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്.
നമ്മുടെ നഴ്സറി സ്കൂളിലെ ടീച്ചർ ടെസ സെബാസ്റ്റ്യൻ അവരുകളെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, 2025-26 അധ്യയന വർഷത്തിലെ സെയിൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂൾ വാർഷികത്തിൻ്റെ ഈ മഹനീയ നിമിഷത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്ദി പറയുക എന്നതാണ്. അധികം ദീർഘിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിച്ച് നമ്മെ ഏവരെയും ഈ ആഘോഷ നിറവിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സെയിൻറ്റ് ജമ്മാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി അവർക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ പദവി അലങ്കരിക്കുകയും സ്കൂളിൻ്റെ ഏതാവശ്യത്തിനും ഓടിയെത്തുകയും ചെയ്യുന്ന PTA പ്രസിഡന്റ് ശ്രീ പ്രമോദിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ഞങ്ങൾക്ക് എപ്പോഴും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സ്നേഹബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പറമ്പലിന് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. വിശിഷ്ട സേവനത്തിന് ആദരമർപ്പിക്കുകയും എന്ന കർത്തവ്യം നിർവഹിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലൂസീനയ്ക്ക് ഏവരെയും പേരിൽ സസന്തോഷം നന്ദി അറിയിക്കുന്നു. ആശംസ അറിയിച്ച സെയിൻറ്റ് ജമ്മാസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക എൻ്റെ ഷിജിമോൾ ടീച്ചർക്ക് ആദരവോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥി എന്ന നിലയിൽ അഭിമാനത്തോടെ ഇവിടെ ആയിരിക്കുന്ന സെയിൻറ്റ് ജോസഫ് ചർച്ച് പാരിഷ് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ശ്രീ ഡാനി ഫ്രാൻസിസിനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. വാർഷികാഘോഷത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കുട്ടികൾക്കും ഡാൻസ് പഠിപ്പിച്ച് ഒരുക്കിയ സ്റ്റേജിൽ കയറ്റിയ ബാബുമാഷിനും ടീമിനും സ്റ്റാഫിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ വാർഷികത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഞങ്ങളുടെ റോസ് സിസ്റ്ററിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ സദസ്സിലേക്ക് നമ്മെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു കുടക്കുഴിയിൽ നിർത്തിയ സെയിൻറ്റ് ജമ്മാസ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ തെരസിരി സിസ്റ്റർക്ക് ഞങ്ങളുടെ അകമെഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയും സദസ്സും ഒരുക്കിയ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾക്കും ശബ്ദവും വെളിച്ചവും നൽകിയ റഹ്മത്ത് സൗണ്ട്, കർട്ടൻ അതിയായ തന്ന തണൽ, സഹായത്തിനായി എത്തിയ സെയിൻറ്റ് ജമ്മാസ് സ്റ്റാഫ്, പാരിഷ് ഹാൾ ഉപയോഗിക്കാൻ ഒരുക്കിത്തന്ന ശ്രീ ജോളി അഗസ്റ്റിൻ എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടെസ ടീച്ചർ.